ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് കുഞ്ഞിയുടെ കോളേജിലെ PT മീറ്റിംഗ് ആണ്. അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ 1:30ക്കാണ് PT മീറ്റിംഗ് തുടങ്ങുക. നമ്മളിപ്പം സമയം ഇപ്പോൾ 2 മണിയാവാൻ 10 മിനിറ്റ് ഉണ്ട്. 1:30ക്ക് എന്തായാലും അമ്മമാർ എത്തില്ല എന്നുള്ളൊരു ഇത് വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തും 1:30 കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ കുഞ്ഞ് 1:30 അപ്പോൾ നമ്മളെ കറക്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇറങ്ങി എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല, ഇപ്പം ഇന്ന് ടൂറിൻ്റെ എന്തോ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാം കൂടെ ഉള്ളൊരു PT മീറ്റിംഗ് ആണ്. ഇപ്പം എനിക്ക് തോന്നുന്നു അമ്മ ഇതുവരെ PT മീറ്റിങ്ങിന് വന്നിട്ടില്ല. ഞാനാണ് PT മീറ്റിങ്ങിന് പോയി അഡ്മിഷൻ എടുത്തത്. PT മീറ്റിനൊക്കെ പോയത് ഞാനാണ്, ഇതുവരെ അമ്മ പോയിട്ടില്ല. അപ്പം അമ്മയുടെ ഫസ്റ്റ് PT മീറ്റിംഗ് ആണ്. കുഞ്ഞിയുടെ PT മീറ്റിങ്ങിന് ആദ്യമായിട്ടാണ് അമ്മ പോകണമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അമ്മോട് ചോദിക്കാം. അമ്മ ആദ്യമായിട്ടാണോ കുഞ്ഞിയുടെ PT മീറ്റിങ്ങിന് പോകുന്നത്? എത്ര വട്ടം പോയിൻ്റെ അമ്മ? എന്നാലും ഞാനും അമ്മയും കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, ഞാനാണ് അഡ്മിഷൻ എടുക്കാൻ പോയതും ഒരു മീറ്റിങ്ങിന് പോയതൊക്കെ എനിക്കാണ് ഓർമ്മ. ഞാൻ അമ്മ പോയത് ഓർക്കുന്നില്ല, ചിലപ്പോൾ പോയിട്ടുണ്ടാവുമായിരിക്കും ഇപ്പം ഞാനില്ലാത്ത ടൈമിൽ. അപ്പോൾ ഇതാണ് കുഞ്ഞിയുടെ കോളേജ്, ശ്രീനാരായണ കോളേജ്. ചുരുക്കി പറഞ്ഞാൽ SN നാട്ടിക. നമ്മുടെ ടീച്ചറെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും പറഞ്ഞില്ല, ഒരു കാര്യം മാത്രം പറഞ്ഞു, അറ്റൻഡൻസ് കുറവാണ്. അത് നമ്മുടെ NCCയിലുള്ള കാരണം അറ്റൻഡൻസ് കുറവായി പോയതാണ്. അത് NCCയിൽ അറ്റൻഡൻസ് കിട്ടുമെന്ന് പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അമ്മയ്ക്ക് സന്തോഷമായി. നമ്മൾ PT മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ ഇത് കുഞ്ഞിയുടെ ഫ്രണ്ടും ചേച്ചിയും കൂടിയാണ്. ഇനി ഇവരുടെ കോളേജ് എന്ന് പറഞ്ഞൊരു കാട് പിടിച്ച കോളേജ്. വലിയ നാഷണൽ ക്യാമ്പ് എന്തിനാ കളയണത്? തിങ്കളാഴ്ച വാങ്ങാം. PT മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ തൃശ്ശൂർക്ക് പോകണം. അപ്പോൾ കുഞ്ഞും കൂടി വന്നു. ഫോട്ടോ നോക്കിട്ട് നമ്മൾ വെറുതെ നമ്മുടെ വണ്ടിയുടെ കൂളന്റ് കഴിഞ്ഞത് പകുതി വഴിയിലത്തേക്കാണ്. റോഡ് സൈഡിൽ ഫോട്ടോ നോക്കട്ടെ. നമ്മള് ചായക്കടയിൽ പോവാൻ നിൽക്കാം. ചായക്കടയിൽ ഇവിടെയാണ് നമ്മൾ പോണത്. കൂളന്റിന് ഒഴിക്കാനുള്ള മിനറൽ വാട്ടർ നമ്മൾ റെഡിയാക്കി. 4 കടി 40 രൂപ. നമ്മൾ ചായ കുടി കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ പാനിപ്പൂരി കഴിക്കാനായിട്ട് പോവാണ്. അങ്ങനെ പാനിപ്പൂരിയും പേൽപ്പൂരിയും കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ചേട്ടനാണെങ്കിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ എനിക്ക് കഴിച്ചതിൽ ഏറ്റവും അധികം ക്വാണ്ടിറ്റി തോന്നിയിരിക്കുന്നത് ഫസ്റ്റ് ഞാനും മറ്റേ പെരുപ്പുളിശ്ശേരി കഴിഞ്ഞിട്ട് പാടമൊക്കെ ഉണ്ടല്ലോ, അവിടെ നല്ല ക്വാണ്ടിറ്റിയിൽ പാനിപ്പൂരിയായാലും പേൽപ്പൂരിയായാലും കിട്ടിയിട്ടുണ്ട്. ഇവിടെ അതേ സെയിം ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഈ 2 സ്ഥലത്ത് കഴിച്ചെടുത്ത് മാത്രമാണ് എനിക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് കിട്ടുന്നത് വിചാരിച്ചിരിക്കുന്നത്. വെച്ചാൽ അഫോർഡബിൾ പ്രൈസ് കിട്ടും. ചിലപ്പോൾ 50 ആയിരിക്കും. ഇത് 50 രൂപയ്ക്ക്, ഇതിപ്പം 30 രൂപയുള്ളൂ. രണ്ടും കൂടെ 60. അപ്പം അങ്ങനെ ചിലർക്ക് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടില്ലെങ്കിൽ per plate 50 രൂപയായിരിക്കും. അപ്പം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പം സ്പൂണൊന്നും കിട്ടിയില്ല, വഴിയേ നമ്മൾ കഴിക്കും. അവൾക്കാണ് പാനിപ്പൂരി വാങ്ങിക്കുന്നത്, എനിക്ക് പേൽപ്പൂരിയാണ് കുറച്ചും കൂടെ ഇഷ്ടം. അപ്പോൾ നല്ല സോസും ഇതൊക്കെ ഇട്ട് നമ്മൾക്ക് കഴിക്കാനായിട്ട് മാർഗമില്ല. ആർത്തി കാണിക്കല്ലേ? ഇതാണ് എന്റെ. നീ പാനിപ്പൂരി അല്ലേ പറഞ്ഞത്? എനിക്കാണ് പാനിപ്പൂരി വേണ്ടെന്ന് പറഞ്ഞത്, നിനക്കാണ് പേൽപ്പൂരി നീ പറഞ്ഞത്. ഞാൻ 2 പാനിപ്പൂരി ആദ്യം പറഞ്ഞ. എടി ഇതാടി പാനിപ്പൂരി. പാനിപ്പൂരി അറിയില്ലടി നിനക്ക്? പെട്ടു ഗൈസ്, അവള് പെട്ടു. അവൾക്ക് സാധനത്തിന്റെ പേര് മാറിപ്പോയി. 2 പാനിപ്പൂരിയാ പറഞ്ഞത്. പാനിപ്പൂരി എന്ന് വിചാരിച്ചു വെച്ചിട്ട് അവിടെ ഈ പൊരി മറ്റേ സംഭവമൊക്കെ ഉള്ളതാണ്. പക്ഷെ അതല്ലല്ലോ, അങ്ങനെ തെറ്റ് ഗൈസ്. ഇനി എങ്ങനെയുണ്ട്? കഴിക്കാനായിട്ട് സ്പൂണോ ഒന്നും ഇല്ല. ഞാൻ വിചാരിച്ചത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഇത് കഴിക്കും. നമുക്ക് ഇത്
പിടിക്കുന്നത് എന്റെ ഡ്രസ് കാണോ കുറച്ചേക്ക് തിന്നാം ഇഷ്ടമില്ല കുറച്ച് വെക്കന്റെ ഇവിടെ ഇതൊക്കെ ഇവിടെ കളയും വീട്ടിൽ പോയിട്ടൊക്കെ ഒതുക്കണം എനിക്കിത് നിറച്ചോണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. കുഞ്ഞിനൊക്കെ കഴിച്ച് കഴിഞ്ഞ് സമാധാനത്തോടു കൂടി അത് ഇരിക്കുന്നുണ്ട്. വേൽപ്പൂരി എനിക്ക് തരണട്ടാ. അവരെന്തോ വാങ്ങാൻ പോയി, ഞാനപ്പോ പോയി പാനിപ്പൂരി കഴിച്ചു കുടിക്കാം. അങ്ങനെ ഞാൻ തളർന്ന് വയ്യാണ്ടായി. കാരണം എന്താ പറയാ, ഇപ്പൊ പച്ചക്കറി മേടിക്കാനായിട്ട് നമ്മൾ തൃശ്ശൂർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അമ്മയുടെ കൂടെ എന്തായാലും പോവാം. കുഞ്ഞ് പോകില്ല എന്നാണ് പറയുന്നത്. പത്തമ്പലത്തിൽ ചേച്ചിമാരുടെ കയ്യിൽ നിന്ന് പച്ചക്കറി വാങ്ങാനായിട്ട് അമ്മ പോണത്. പക്ഷെ ഞാൻ പോണില്ല. കാരണം മാർക്കറ്റിൽ പോയപ്പോൾ തന്നെ തളർന്നു പോയി. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കാം. ഗൈസ്, കുറച്ച് നേരം രണ്ടകലം അവള് വണ്ടി ഓടിച്ചു. അവിടെ വേറെ വണ്ടി വന്നു നിന്നപ്പം മനുഷ്യന് പേടിയായിരുന്നോണ്ട് വീഡിയോ എടുത്തില്ല ഗൈസ്. അങ്ങനെ ഞാൻ പെട്ടുപോയി. ചായ മേടിക്കാൻ വന്ന ചേട്ടനോട് നല്ലൊരു പാട്ട് പാടി ചായ കുടിച്ചിരിക്കുന്നതും അത് നോക്കി വായ നോക്കിയിരിക്കുന്ന കുഞ്ഞി. അമ്മയുടെ ഈ പച്ചക്കറി വാങ്ങല് കഴിഞ്ഞില്ലേ? ഇല്ല, പിന്നെ കുറെ നേരമായി. എന്റെ ഐഫോൺ അതിന്റെ അടിയിലുണ്ട്. ഇരിക്കണ കാല് വെക്കണ എന്റെ അടിയിൽ. എടുക്കാൻ പറഞ്ഞേ
ഞാൻ കഴിക്കണമെങ്കിലോ ഗൈസ് നമ്മളത് 10 രൂപയുടെ ഈ ചേട്ടന്മാരുടെ കയ്യിൽ നിന്നും ചേച്ചിമാരുടെ കയ്യിൽ നിന്നും വാങ്ങിയ സാധനങ്ങളാണ്. ഈ സഞ്ചി നിറച്ച് കണ്ടില്ലേ, ഈ വലിയൊരു സഞ്ചിയാണ്. ആ വലിയൊരു സഞ്ചിയാണിത്. ഇതും രണ്ടും പച്ചക്കറി മേടിക്കുന്നതാണ്. ഇത് തൃശ്ശൂരിൽ നിന്ന് മേടിച്ചതും ഇത് നമ്മുടെ ഈ ചേച്ചിമാരുടെ കയ്യിൽ നിന്ന് മേടിച്ചതും ഇതും തൃശ്ശൂരിൽ നിന്ന് മേടിച്ചതാണ്. അങ്ങനെ അമ്മ ഒടുവിൽ വന്നിരിക്കുന്നു ഗൈസ്. ഇനി നമുക്ക് വീട്ടിൽ പോവാം. നല്ല മഴ വരുന്നുണ്ട്, നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ടല്ലോ. മണിയൊക്കെ ആവാറായിട്ടുണ്ട്, നമ്മൾ വീട്ടിലെത്താറായിട്ടുണ്ട്. അപ്പോൾ നേരത്തേക്ക് ശേഷം ഒരു തട്ടുകട കണ്ടു. അപ്പോൾ തട്ടുകടയിൽ നമ്മൾ സ്ഥിരം കഴിക്കാറുള്ള കുഴി പൊട്ടി കഴിക്കാനായിട്ട് നിർത്തിയിട്ടാണ്. പിന്നെ കൂളൻ്റിന് എന്തോ പ്രശ്നമുണ്ട്, അപ്പോൾ അതിനും കൂടി കുറച്ച് നേരം റെസ്റ്റ് കിട്ടുമല്ലോ എന്ന് വെക്കും. അപ്പോൾ ഞാനും അമ്മയും മാത്രമാണ് കഴിക്കുന്നത്. ഒരു പ്ലേറ്റ് വാങ്ങുന്നത് കുഞ്ഞിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അന്നൊന്ന് ചോദിക്കാം, നാളെ കൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കാം. അന്ന് വിളിക്കണേ, ഒന്ന് വിളിച്ച് പറയപ്പോ. ഞാൻ നാളെ രാവിലെ വേണം നേരത്തെ കൊണ്ടുപോകാം, എന്നാലും കുഴപ്പമില്ല. ശരി ശരി, ആ ശരി. കൂളൻ്റ് കംപ്ലൈൻ്റ് ആയ കാരണം സൗണ്ട് വന്ന കാരണം നമ്മൾ ഈ പാടത്ത് നിർത്തി വെച്ചിട്ട് സൈഡ് ഒതുക്കി വെച്ചേക്കാണ് കേട്ടോ. ഇനി ഇതിലെ ഒരു ബസ് മാത്രമാണ് ലാസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനുള്ളത്. പിന്നെയൊക്കെ കുറച്ച് കഴിയും തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിൽക്കണം. നീ നിന്റെ അച്ഛനോടൊക്കെ പറയും ഞാൻ അങ്ങനെയൊക്കെ പറയുന്നു. അച്ഛൻ്റെ ഭയങ്കര കൂട്ടുകാരനാ, ഭയങ്കര ഇഷ്ടം അച്ഛന്. ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. എൻ്റെ ട്യൂഷൻ വീഡിയോ ഉള്ളത്. ഇനി എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ സമയം ഒരു 6:15 അപ്പൊ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് ഒരു വീഡിയോ എന്ന് പറയണത്. ഒരു എന്താ പറയുക, രാവിലെ വിചാരിച്ചാണ് വീഡിയോ എടുക്കണം. കുഞ്ഞിയുടെ PT മീറ്റിംഗ് ആയ കാരണം കണ്ടന്റ് കുറച്ച് വ്യത്യാസമായിട്ട് വന്നു. എന്നാലും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ താങ്ക് യു സോ മച്ച്. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.